UK F-35 വിമാനം തിരുവനന്തപുരം എയർപോർട്ടിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് 15 ദിവസമായി. എന്തെങ്കിലും പുരോഗതി ഉണ്ടോ? ആ വിമാനം അവിടെ ഉണ്ടോ? അവിടെയുണ്ട്. വെയിലും മഴയായിട്ട് കിടക്കല്ലേ. അപ്പോൾ ഇന്നലെയൊക്കെ ആയിട്ട് ശംഖുമുഖത്താണല്ലോ എയർപോർട്ട്. അതെ. ബസ്സിലൊക്കെ പോകുന്നവർ ബസ്സിലൊക്കെ ഇടുന്ന അതിൻ്റെ വീഡിയോ എടുത്ത് റീൽസൊക്കെ എടുത്തുണ്ട്. പക്ഷേ ആ വിമാനം അവിടെ ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ സിനു വിശ്വസിക്കുമോ? വിശ്വസിക്കില്ല, ഞെട്ടും. പക്ഷെ ഒരു ഡോക്യുമെൻ്റ് പ്രകാരം ആ വിമാനം അവിടെ ഇല്ല. അതെങ്ങനെ ശരിയാവുക? വിമാനം എയർപോർട്ടിൽ ഉണ്ടാവുമായിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ ഫ്ലൈറ്റ് റെക്കോർഡ് ഡാറ്റ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ. ലോകത്തെ എല്ലാ വിമാനങ്ങളും അങ്ങോട്ട് പോകുന്നു, ഏതൊക്കെ വിമാനങ്ങൾ എവിടെയൊക്കെ സ്റ്റേഷൻ ചെയ്തിരിക്കുന്നു, എവിടെയൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നു എന്നൊക്കെ കാണിക്കുന്ന ആധികാരികമായ രേഖയാണ് ഫ്ലൈറ്റ് റെക്കോർഡ് ഡാറ്റ 24. ഈ ഡാറ്റയിൽ തിരുവനന്തപുരത്തെ എയർപോർട്ടിൽ കിടക്കുന്ന F-35 വിമാനം ഇല്ല, അപ്രത്യക്ഷമായിരിക്കുന്നു. ആ രേഖയിൽ അങ്ങനെ ഒരു സാധനം ഇല്ല. കാരണം ആ ഫ്ലൈറ്റ് റെക്കോർഡ് ഡാറ്റ എടുത്ത് നോക്കിയാൽ ആർക്കും അറിയാം ഏതെല്ലാം വിമാനങ്ങൾ ഏതെല്ലാം രാജ്യത്തേക്ക് പറക്കുന്നു എന്നൊക്കെ ലൈവായിട്ട് അറിയാൻ പറ്റും. വിമാനങ്ങൾ സ്റ്റേഷൻ ചെയ്തിരിക്കുന്നു അറിയാൻ പറ്റും. പക്ഷേ ഇന്നലെ മുതൽ ഇത് കാണാനില്ല. അപ്പോൾ അതിനകത്ത് ഒരു ദുരൂഹതയുണ്ട്. ദുരൂഹത എന്ന് പറഞ്ഞാൽ ഈ വിമാനം കഴിഞ്ഞ മാസം 14-ാം തീയതി അല്ലേ, 14-ാം തീയതിയാണ് ഈ വിമാനം 9:14 തിരുവനന്തപുരത്തിന് തെക്ക് 20,000 അടി ഉയരത്തിൽ പറക്കുന്ന വിമാനത്തിൽ നിന്ന് ആപത്ത് സൂചനയായിട്ടുള്ള 7700 എന്നുള്ള കോഡ് സ്ക്വാക്ക് ചെയ്യുന്നത്. അതായത് എമർജൻസി ലാൻഡിംഗ് ഒക്കെ വേണ്ടി വരുമ്പോൾ പൈലറ്റുമാർ അയക്കുന്ന ഒരു കോഡാണ്. നമ്മളിത് നേരത്തെ പറഞ്ഞാണ്, ഞാനതൊന്ന് റിപ്പീറ്റ് ചെയ്യുക, അത് കാണാത്ത പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്തിയതിന് ശേഷം ഞാൻ പുതിയ കാര്യങ്ങളിലേക്ക് വരാം. അത് അറിയിച്ചു. അതായത് വിമാനം നമ്മുടെ ATCയിൽ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് എനിക്ക് അടിയന്തര ലാൻഡിംഗ് ആവശ്യമുണ്ടെന്ന് അറിയിച്ചു. അല്ലാതെ ചിലരൊക്കെ ഇവിടെ അപസർപ്പക കഥയിടുന്ന പോലെ നമ്മുടെ റഡാറുകൾ വെച്ചിട്ട് ഈ മറ്റേ സ്റ്റെൽത്ത് കാറ്റഗറി ഫെസിലിറ്റിയുള്ള വിമാനം രഹസ്യമായി പറന്നു വന്ന് നമ്മൾ കയറി പിടിച്ചു എന്നൊക്കെ പറയുന്ന ചില കുറ്റാന്വേഷണ കഥകളൊക്കെ ചില പറയും. ചുമ്മാതാണ്. പൈലറ്റ് തന്നെ 7700 കോഡ് അയച്ചു, കോഡ് സ്ക്വാക്ക് ചെയ്തു. എന്ന് പറഞ്ഞാൽ എമർജൻസി ലാൻഡിംഗ് വേണമെന്ന് പറഞ്ഞു. നമ്മുടെ ATC അറിഞ്ഞു, അത് യുദ്ധവിമാനമാണെന്ന് പറഞ്ഞു. എയർഫോഴ്സിനെ അറിയിച്ചു, മിലിറ്ററി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിനെ അറിയിച്ചു, ഹോം ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചു, ഡിഫൻസിനെ അറിയിച്ചു. ഇതൊക്കെ വളരെ പെട്ടെന്ന് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, നമ്മളോട് ചോദിച്ചിട്ടാണ് വിമാനം വന്നത്, അല്ല നമ്മളായിട്ട് കണ്ടുപിടിച്ചൊന്നുമല്ല. അത്തരം തിയറിക്കാർ ശ്രദ്ധിക്കുക, ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഇത്തരം തിയറികൾ ഉണ്ടാക്കരുത്. പക്ഷേ ഈ വിമാനം വന്നല്ലോ, വിമാനം വന്നു, ലാൻഡ് ചെയ്തു. നമ്മളവിടെ ആ വിമാനം അവിടെ കിടക്കുക, റൺവേ കിടക്കുകയാണ്, പൊങ്ങുന്നില്ല. അതായത് HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നു വന്നതാണ്. ഈ വിമാനം വെറുതെ വന്നതുമല്ല, ഇന്ത്യയും ബ്രിട്ടനും ചേർന്ന് സംയുക്തമായി നടത്തുന്ന സൈനിക അഭ്യാസമായ പാസെക്സ് 2025 ഭാഗമായിട്ട് വന്നതുമാണ്. അല്ലാതെ നുഴഞ്ഞു കയറാൻ വന്ന വിമാനമൊന്നുമല്ല. അത് ചിലർ പറയാറുണ്ട്, തിരുവനന്തപുരത്ത് ഇവിടെ വന്ന് കിടന്നിട്ട് വേണ്ടി വന്നാൽ ഇവിടുന്ന് പോയി ഇറാനെ ആക്രമിക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വന്ന വിമാനമാണെന്നൊക്കെ തിയറി പറയുന്ന മഹാരഥന്മാരുണ്ട്. അവരൊക്കെ അവർ കഥ പറഞ്ഞിരിക്കട്ടെ. ബാറ്റൻ ബോസിൻ്റെ അഭാവം ഇപ്പോൾ ഉണ്ട്, അവർ ഡിക്റ്റേറ്റീവ് കഥ എഴുതട്ടെ. അപ്പോൾ ഇന്ത്യ അറിഞ്ഞ് വന്ന വിമാനമാണ്. ആ വിമാനം ഇറങ്ങിയല്ലോ. ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഈ വിമാനങ്ങളുടെ സഞ്ചാരപഥം, അവയുടെ സ്റ്റേഷൻ സംബന്ധിച്ചുള്ള ആധികാരിക രേഖയായി ലോകത്തെല്ലാവരും നോക്കുന്ന ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡ് 24 പരിശോധിച്ചപ്പോൾ ഈ വിമാനത്തിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. ലോക്ഹീഡ് മാർട്ടിൻ കമ്പനി നിർമ്മിച്ച, അവരാണ് ഈ F സീരീസിലുള്ള വിമാനങ്ങൾ ഉണ്ടാക്കുന്നത്. F-35A എന്നുള്ള വിമാനം, രജിസ്ട്രേഷൻ നമ്പർ 135067. അങ്ങനെ ഒരു വിമാനമാണ് നമ്മുടെ അതിർത്തിയിലേക്ക് വന്ന് തിരുവനന്തപുരത്തേക്ക് സഹായം തേടി ഇറങ്ങിയിരിക്കുന്നത് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡിലുണ്ടായിരുന്നു. അപ്പോൾ ഈ വിമാനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ വെച്ച് തപ്പി. ഈ വിമാനം എവിടെ, രജിസ്ട്രേഷൻ നമ്പർ 135067. ശരി, പിന്നീട് അതിൻ്റെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ വിമാനം അമേരിക്കയിലെ അരിസോണയിലുള്ള ലൂക്ക് എയർബേസിലെ 56-ാം ഫ്ലൈയിങ് വിങ്ങിലെ വിമാനമാണെന്ന് കാണുന്നു. അതായത് ഈ പറഞ്ഞ വിമാനം അമേരിക്കൻ എയർഫോഴ്സിൻ്റെ വിമാനമാണ്. അത് 56 ഫ്ലൈയിങ് വിങ്ങിൽ അമേരിക്കയുടെ സൗഹൃദ രാജ്യങ്ങൾക്ക് വേണ്ടി F-16 വാങ്ങുന്ന രാജ്യങ്ങൾക്ക് വേണ്ടി അത് പറപ്പിക്കാൻ പരിശീലനം കൊടുക്കുന്ന ഒരു ബേസാണ് ഈ അരിസോണയിലുള്ള ലൂക്ക് എയർബേസ്. അവിടുത്തെ വിമാനമാണെന്ന് വരുന്നത്. പക്ഷേ അപ്പം ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡ് പ്രകാരം പറന്നു വന്നിരിക്കുന്ന വിമാനം അമേരിക്കയുടെയാണ്. പക്ഷേ നമ്മുടെ ഇവിടെ ഇറങ്ങിയതോ ബ്രിട്ടൻ്റെയാണ്. അപ്പോൾ ഗുരുതരമായൊരു പിശക് അതിനകത്ത് പറ്റിയിട്ടുണ്ട്. അത് അമേരിക്കൻ വിമാനമാണെന്ന് കാണിച്ചുകൊണ്ട് യുകെയുടെ വിമാനം ഇറങ്ങി. അതോ ഇനി ഇത് F സീരീസ് വിമാനങ്ങളെല്ലാം അമേരിക്കയുടെ ആയതുകൊണ്ട് വിമാനം ഉണ്ടാക്കിയപ്പോൾ തന്നെ ഒരു രജിസ്റ്റർ നമ്പർ ഇട്ടതാണോ?
അത് പിന്നീട് ബ്രിട്ടൻ്റെ ആയി കഴിഞ്ഞതിന് ശേഷം വേറെ രജിസ്ട്രേഷൻ നമ്പർ വന്നത് ഈ വിമാനത്തിൽ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡിൽ കാണിക്കാത്തതാണോ എന്നുള്ള സംശയം വരാം. പക്ഷേ നമ്മളൊരു കാറ് മേടിക്കുകയാണേ, ഒരു കാറ് നമ്മൾ മാരുതിയുടെ ഒരു കാറ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ടെമ്പററി നമ്പർ തരും. അതെ, അത് കഴിഞ്ഞ് നമ്മുടെ ആയി കഴിയുമ്പോൾ പെർമനൻറ്റ് നമ്പർ വരും. ഈ പറഞ്ഞ പോലെ അമേരിക്കയുടേത് ആയിരുന്ന സമയത്ത് ഒരു രജിസ്ട്രേഷൻ ഉണ്ടെന്നിരിക്കട്ടെ, ആ രജിസ്ട്രേഷൻ ബ്രിട്ടൻ വാങ്ങിക്കഴിയുമ്പോൾ മാറത്തില്ലേ. അതെ. അപ്പോൾ അതിനകത്ത് ഒരു സംശയം അപ്പോഴും ഉണ്ടായി. ചിലപ്പോൾ അബദ്ധം പറ്റിയതാവാം. ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ എന്ന് പറയുന്നത് എല്ലാവരും ആശ്രയിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ്, ഒരു സർവീസ് ആണെങ്കിൽ. പക്ഷേ എന്താണ്, അത് ചിലപ്പോൾ തെറ്റുപറ്റാം. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ ഈ അമേരിക്കൻ വിമാനമാണ് ബ്രിട്ടീഷ് വിമാനം എന്ന തരത്തിൽ വന്നിറങ്ങിയതെന്ന് തരത്തിൽ ധ്വനിപ്പിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഇപ്പോൾ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡിലില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും നോക്കുന്നത് എന്താണ്, ഇപ്പോൾ വിമാനത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് നോക്കുന്നത്. ഇപ്പോൾ വിമാനത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കുമ്പോൾ ഈ F-35 സീരീസിലുള്ള ഈ വിമാനത്തിൻ്റെ വെയർബോട്ട്സ്, വിമാനം എവിടെയാണെന്നുള്ളത് കാണാനേ ഇല്ല. അപ്പോൾ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ 24 പ്രകാരം ഇപ്പോൾ F-35 വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിലില്ല. ഇതാണ് ഒരവസ്ഥ. പക്ഷേ അതിന് കാരണം എന്തായിരിക്കും? 2-3 കാരണങ്ങൾ പറയാം. ഒന്ന്, അമേരിക്കയ്ക്കും UK-ക്കും ഈ വിമാനം തിരുവനന്തപുരത്ത് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന നാണക്കേട് ഭയങ്കരമാണ് അല്ലേ. പിന്നെ ആളുകൾ പറയുന്നത് ആക്രിക്ക് കൊടുക്കട, ഒരാളെടുത്ത് OLX-ലിട്ടു, ഇത് ഈ പാട്ട കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അമേരിക്ക അതിൻ്റെ വിഖ്യാതമായിരിക്കുന്ന ലൈറ്റ്നിങ് എന്ന് പറയുന്ന സ്റ്റെൽത്ത് കപ്പാസിറ്റിയുള്ള വിമാനം നമുക്ക് ഇന്ത്യക്ക് വിൽക്കാനൊക്കെ വെച്ചിരുന്ന വിമാനമാണ്. അതാണ് ആക്രി ലെവലിൽ തിരുവനന്തപുരം എയർപോർട്ടിൽ കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരിൽ വല്ലാത്ത നാണക്കേടുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷേ ഈ വിമാനം ഇങ്ങനെ ലോകത്ത് മുഴുവൻ വാർത്തയാണ്. F-35 വിമാനത്തിനെ സംബന്ധിച്ച് നമ്മൾ കേരളത്തിലെ വാർത്തയല്ല, ഈ രാജ്യാന്തര തലത്തിൽ ഇങ്ങനൊരു അമേരിക്ക നിർമ്മിത F-35 ബ്രിട്ടൻ്റെ വിമാനം വന്ന് തിരുവനന്തപുരത്ത് ഏതാണ്ട് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ എടുക്കാനും വയ്യ, അടക്കയാണെങ്കിൽ മടി വെക്കാം എന്ന് പറയുന്ന തരത്തിൽ കിടക്കുന്നതുള്ള വലിയ വാർത്തയാണ്, ലോകം മുഴുവൻ വാർത്തയാണ്. ഈ ഒരു ബ്രാൻഡിന് വല്ലാത്ത നാണക്കേടുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ നോക്കിയാൽ ഈ 15 ദിവസം, ഒരു മാസത്തിൻ്റെ പകുതി കഴിഞ്ഞിട്ട് അനക്കാൻ പോലും പറ്റാതെ ഇതിവിടെ കിടക്കുന്നു എന്നുള്ളത് നാണക്കേടാണെന്ന് അമേരിക്കയോ ബ്രിട്ടനോ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിനോട് പറഞ്ഞിട്ട് മാറ്റിയതായിരിക്കാം ഒരു സാധ്യത. അത് പിന്നെ ഈ രണ്ടാമത്തെ കാര്യം, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ എമർജൻസി കോഡ് അയച്ചല്ലോ 7700 എന്നുള്ളത്. പക്ഷേ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്കൻ വിമാനം തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യാൻ വേണ്ടി എമർജൻസി അടിയന്തര സഹായം തേടി സന്ദേശം അയച്ചു എന്നാണ് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിൽ കാണുന്നത്. അതൊരു തെറ്റ് പറ്റിയതായതുകൊണ്ട് ആ ഡാറ്റയെല്ലാം നശിപ്പിച്ചേക്കാൻ ഇനി അമേരിക്ക ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിനോട് പറഞ്ഞിട്ടുണ്ടോ? ഇനി മൂന്നാമത്തെ സാധ്യത പറയുന്നത് ഈ പ്രതിരോധ അല്ലെങ്കിൽ സൈനിക വിമാനങ്ങൾ സംബന്ധിച്ചുള്ള രേഖകളൊക്കെ അങ്ങനെ ഒരുപാട് കാലം ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡ് സൂക്ഷിക്കാറില്ല. കാരണം അത് പിന്നീട് അതിൻ്റെ ഒരു സീക്രസി, ആ വിമാനങ്ങളുടെ വെയർബോട്ട്സ് എവിടെയാണ് ഈ വിമാനം എന്നൊക്കെ അറിയുന്നത് ശത്രുക്കളൊക്കെ ദുരുപയോഗം ചെയ്യും എന്നുള്ള ഭയം കൊണ്ട് മാറ്റിയതാവാം. അത് വെച്ച് നോക്കുമ്പോൾ അമേരിക്കയുടെ ചില വിമാനങ്ങൾ ചില താവളങ്ങളിൽ കിടക്കുന്ന 1 വർഷമായിട്ടും മാറാതെ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡിലുണ്ട്. അപ്പോൾ മൂന്നാമത്തെ സാധ്യതയല്ല. ആദ്യത്തെ 2 സാധ്യതകളിൽ ഒന്നായിരിക്കാം. ഒന്ന്, അമേരിക്കയ്ക്കും ബ്രിട്ടനും ഉണ്ടായ നാണക്കേട്, അല്ലെങ്കിൽ തെറ്റിദ്ധരുത്താൻ പറഞ്ഞുകൊണ്ടായിരിക്കാം. പിന്നെ ഈ വിമാനം എന്തുകൊണ്ടാണ് പോകാത്തത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാവുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യം പറഞ്ഞു, നിങ്ങളിത് വെയിലും മഴയും കൊണ്ട് ഈ വിമാനം കിടക്കണ്ടെന്ന് പറഞ്ഞു. നമ്മൾ സൗഹാർദ്ദപരമായി പറഞ്ഞു. കാരണം ഇത് കാർബൺ പോളിമർ കോട്ടിംഗ് ഉണ്ട്. അതായത് സ്റ്റെൽത്ത് കപ്പാസിറ്റി വിമാനത്തിന് വേണമെങ്കിൽ അതിൻ്റെ പുറമെ ഒരു പെയിൻറ്റിങ് അടിക്കണം. അത് കാർബണും പോളിമറും ചേർന്നിട്ടുള്ള ഭയങ്കര വിലയേറിയൊരു പെയിൻറ്റിംഗ് ഉണ്ട്. ഈ പെയിൻറ്റിംഗ് കൂടെ ഉള്ളത് കൊണ്ടാണ് വിമാനം കാണാൻ പോകുന്നത്. അതൊരു ചെറിയ സ്ക്രാച്ച് വീണാൽ പോലും വലിയ എക്സ്പെൻസീവ് ആണെന്ന് മൊത്തം മാറ്റേണ്ടി വരും. കാരണം ആ ഒരു സ്ക്രാച്ച് മതി വിമാനത്തെ റഡാറിൽ കാണിക്കാൻ. അപ്പോൾ അതുകൊണ്ട് അത്ര സൂക്ഷ്മമായി നോക്കേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇത് വേണേൽ ഒരു ഹാങ്കറിൽ കൊണ്ടുവിടും. അപ്പോൾ ഇവർക്ക് പേടി, ഹാങ്കറിലേക്ക് മാറ്റിയാൽ ഇന്ത്യ ഇതിൻ്റെ സാധനമൊക്കെ ഊറ്റുമോ എന്നൊരു പേടി. നമ്മൾ ഷെഡ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു, അതും വേണ്ട, നനഞ്ഞ് കിടന്നോട്ടെ എന്ന്. എനിക്ക് തോന്നുന്നു F-35 സീരീസിലുള്ള ഒരു വിമാനം ഇത്രയും നീണ്ട സമയം എക്സ്പോസ്ഡായി വെയിലിനും മഴയ്ക്കും മഞ്ഞിനും ആളുകളുടെ നോട്ടത്തിന് മുന്നിൽ എക്സ്പോസ്ഡായി കിടക്കുന്ന ഒരു പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിരിക്കാം. ഭയങ്കര നാണക്കേടാണ് UK-ക്കും അമേരിക്കയ്ക്കും ഉണ്ടായിരിക്കുന്നത്. എന്താണ് കാരണം? അപ്പോൾ അവിടെ വീണ്ടും ഈ ബാറ്റൻ ബോസുമാർ പറയുന്നുണ്ട് ഈ വിമാനം വന്നപ്പോൾ നമ്മൾ നമ്മുടെ ഇലക്ട്രോണിക് സിഗ്നൽസ് വെച്ചിട്ട് ഞങ്ങൾ ജാം ചെയ്തു, അങ്ങനെ വിമാനം ലോക്കായി കിടക്കുകയാണ്. ഇനി പോകണമെങ്കിൽ ഇന്ത്യ വിചാരിക്കണം. ഇങ്ങനെ പറയുന്നവരോട് പറയാനുള്ളതെന്നറിയോ, അങ്ങനെ
പറന്നു വരുന്ന ഒരു വിമാനത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരിടത്ത് കിടക്കുന്ന ഒരു വിമാനത്തെ ജാം ചെയ്ത് പൊങ്ങാൻ പറ്റാതാക്കുന്ന ഒരു ടെക്നോളജി ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല. അത്തരം ഒരു ടെക്നോളജി ഉണ്ടെങ്കിൽ ഇറാനൊക്കെ അത് എന്ത് വില കൊടുത്തും ന്യൂക്ലിയർ ബോംബൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. അത് മേടിച്ചിട്ട് പറന്നു വരുന്ന ഇസ്രായേലിൻ്റെ വിമാനങ്ങളെ മുഴുവൻ അങ്ങ് ലോക്ക് ചെയ്താൽ പോരെ, B-2 ബോംബറിനെയൊക്കെ അങ്ങ് ലോക്ക് ചെയ്താൽ പോരെ. ഇത്തരം ടെക്നോളജി ഉണ്ടെങ്കിൽ ലോകത്ത് ഒരു രാജ്യത്തിൻ്റെ വിമാനവും പറക്കത്തില്ല. കാരണം ശത്രു രാജ്യം ഇതിനത് ലോക്ക് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ തിരസ്കരണി, ആരും കാണാതെ വരുന്ന തിരസ്കരണി ഇട്ട് വന്ന വിമാനത്തെ നമ്മൾ കണ്ടുപിടിച്ചു, അങ്ങനെ ഇതിൻ്റെ സ്റ്റെൽത്ത് കപ്പാസിറ്റി ഒന്നുമില്ല F-35 എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നവർക്ക് ആഘോഷിക്കാം. അതും ചുമ്മാതാണ്. ഇത് മാന്ത്രിക ലോക്കിട്ട് നമ്മൾ പൂട്ടിയിട്ടിരിക്കുകയാണ്, മറ്റേ മണിച്ചിത്രത്താടിട്ട് ഇന്ത്യ പൂട്ടി വെച്ചിരിക്കുകയാണ് എന്ന് പറയുന്നവരോടും അങ്ങനെയൊന്നും പറഞ്ഞിട്ട് അതൊന്നും രാജ്യസ്നേഹമൊന്നുമല്ല, അങ്ങനെയൊന്നും അല്ല. ഏതായാലും വിമാനം അവിടെ കിടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ 26,000 രൂപ ദിവസം വെച്ചിട്ട് അതിന് വാടക വാങ്ങും എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഈ വിമാനത്തിൻ്റെ വാടക നിശ്ചയിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരാൾ പറഞ്ഞത് വിമാനത്തിൻ്റെ വലിപ്പം നോക്കിയിട്ടല്ല, വിമാനത്തിൻ്റെ കപ്പാസിറ്റിയും അതിൻ്റെ ആധുനിക സ്വഭാവം നോക്കിയിട്ടല്ല, അതിൻ്റെ ഭാരം നോക്കിയിട്ടാണ് വാടക നിശ്ചയിക്കുന്നത് എന്ന് പറയുന്നു. എനിക്കറിയില്ല, എനിക്ക് കിട്ടിയ ഒരു വിവരം, ഒരാൾ ഈ വ്യോമയാന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ പറഞ്ഞതാണ്. അത് വലിയ ഒഫീഷ്യലൊന്നുമല്ല, ഒരു സാധാരണ ആളാണ്. പുള്ളി പറഞ്ഞത് വിമാനത്തിൻ്റെ ഭാരം നോക്കിയിട്ടാണ് വാടക നിശ്ചയിക്കുന്നത്. 26,000 രൂപ വെച്ച് ഇപ്പോൾ 15 ദിവസം ചാർജ് ചെയ്യുമെന്ന് പറയുന്നു. അത് കുറവാണെന്ന് പറയുന്നവരുണ്ട്. ഏതായാലും വിമാനം അവിടെ കിടപ്പുണ്ട്. ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ, ഈ വിമാനത്തിന് പേരുദോഷം ഉണ്ടാകുന്നത് നമ്മൾ കേട്ടിട്ടില്ല അല്ലേ? ഇപ്പോൾ നമ്മൾ എയർ ഇന്ത്യയുടെ ഒരു വിമാനം തകർന്നു പോയി, അതെ, വലിയ മരണമുണ്ടായി. എന്നാലും പിന്നെ എയർ ഇന്ത്യ വിമാനങ്ങൾ പറക്കുന്നുണ്ട്, വിമാനങ്ങളെല്ലാം സർവീസ് ഉണ്ട്, ആളുകൾ ഭയരഹിതമായ ആളുകൾ സഞ്ചരിക്കുന്നുണ്ട്, വിമാനയാത്ര മുടങ്ങിയിട്ടൊന്നുമില്ല. കാരണം ഒരു ദിവസം എത്ര ആയിരം വിമാനങ്ങളാണ് ആകാശത്ത് പറക്കുന്നത്. എല്ലാ ദിവസവും എവിടെയെങ്കിലും വിമാനം വീഴുന്നുണ്ടോ? കാരണം ലോകത്ത് എവിടെ വിമാനം വീണാലും നമ്മളറിയും, കാരണം അത് വാർത്തയാണ്. കാരണം അത് റെയറസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഇപ്പോൾ വണ്ടി ആക്സിഡൻ്റ് ആയപ്പോൾ നമ്മൾ വായിക്കാറ് പോലില്ല, കാറിടിച്ച് എവിടെ, ഹെഡ്ലൈൻ മാത്രം വായിക്കും. പക്ഷേ വിമാന അപകടങ്ങൾ വാർത്തയാവാൻ കാരണം വിമാന അപകടങ്ങൾ അപൂർവങ്ങളായി വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന ദുരന്തങ്ങളാണ്. കാരണം ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള യാത്ര ഇപ്പോഴും വിമാനയാത്രയാണ്, ഏറ്റവും പ്രധാന സുരക്ഷിതമായ യാത്ര. ഇപ്പോൾ ബസ്സിൽ പോയാൽ ആക്സിഡൻറ്റ് ഉണ്ടാവാറുണ്ട്, കാറിൽ പോയാൽ ഉണ്ടാവും, ബൈക്കിൽ പോയാൽ ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ വളരെ നോർമലായി സാധാരണയായി വിമാനാപകടങ്ങൾ ഉണ്ടാകുന്നില്ല, അത്യപൂർവമായി ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് അതുകൊണ്ട് വിമാനങ്ങൾക്ക് നാണക്കേടില്ല. പക്ഷേ F-35 എന്ന് പറയുന്ന ഈ വിമാനം ലോകത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ അപമാനിതമായിക്കൊണ്ടിരിക്കുകയാണ്. അപമാനിച്ച് കഴിഞ്ഞെങ്കിൽ ഞാനങ്ങ് പോയേക്കാം എന്ന് പറയുന്ന അവസ്ഥയിലാണ് F-35. പക്ഷേ അവന് പൊങ്ങാൻ പറ്റുന്നില്ല. അവൻ്റെ ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെ കംപ്ലൈൻ്റ് ആണെന്നാണ് പറയുന്നത്. കാരണം ഇത് വിമാനവാഹിനി കപ്പലുകളിൽ ഇറങ്ങുന്ന വിമാനമാണ്, അതിൻ്റെ റൺവേ ചെറുതാണ്. അതുകൊണ്ട് വെർട്ടിക്കൽ ലാൻഡിങ് പറ്റും, അതായത് നേരെ മുകളിലേക്ക് പറന്നു പോകാൻ F-35 വിമാനങ്ങൾക്ക് വരും, റൺവേയിൽ ഓടിപ്പറക്കണ്ട. അതുകൊണ്ട് അതിന് ഹൈഡ്രോളിക് സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് ഉയരാൻ പറ്റുള്ളൂ. അതിനിപ്പോൾ ഈ US-ൻ്റെ ക്രൂ വരണം, വിമാനം ഉണ്ടാക്കിയ കമ്പനിയുടെ ആളുകൾ വരണം, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ക്രൂ വരണം. അവർ വന്ന് ഒന്നുകൂടെ ശ്രമിക്കും. ഇല്ലെങ്കിൽ ഇതിൻ്റെ ചിറകുകൾ അഴിച്ച്, എനിക്ക് തോന്നുന്നു ഈ വിമാനത്തിൻ്റെ ചിറകുകൾ അഴിച്ച് കൊണ്ടുപോകാൻ പോവുകയാണെന്നുള്ളത് ആദ്യം റിപ്പോർട്ട് ചെയ്ത് ABC ആണ്. അതിലേക്കാണ് തീരുമാനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വേറെ കാര്യമുണ്ട്, വിമാനം നമുക്ക് നോക്കിയാൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കിടക്കുന്ന വിമാനം കാണാം. പക്ഷേ ലോകത്ത് മറ്റ് ആരെങ്കിലും ആ വിമാനം അവിടുന്ന് പോയോ എന്നറിയാൻ വേണ്ടി ഫ്ലൈറ്റ് റഡാർ ഡാറ്റയിൽ നോക്കിയാൽ ആ വിമാനം അവിടെയില്ല. അപ്പോൾ ആരുടെ മുഖം രക്ഷിക്കാനാണ് ഈ തിരസ്കരണി പ്രയോഗിച്ചിരിക്കുന്നതെന്ന് അറിയേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.